ഹായ് ഗഡീസ്, വെൽക്കം ടു അവർ ചാനൽ ട്രക്ക് ഇറ്റ് സ്റ്റോറീസ്. അപ്പോൾ നമ്മളിന്നിവിടെ വന്നത് ഈ ഓണത്തിന് റിലീസായ ഒമർ ലുലുവിൻ്റെ ബാഡ് ബോയ്സിനെ കുറിച്ച് പറയാനാണ്. ആസിഫ് അലിയും ടോവിനെയും പെപ്പയൊക്കെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും നമുക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, അതിനായിട്ടാണ് ഈ വീഡിയോ. ഒമർ ലുലുവിൻ്റെ ആദ്യത്തെ പടങ്ങൾ, അതായത് ഹാപ്പി വെഡിങ്സ്, ചങ്ക്സ്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ ഈ തമിഴിലും തെലുങ്കിലൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഈ കളർഫുൾ ആയിട്ടുള്ള തട്ടുപൊളിപ്പൻ പടങ്ങൾ മലയാളത്തിൽ കൊണ്ടുവന്നത് ഒമർ ലുലു ആയിരുന്നു. അതൊക്കെ ഹാപ്പി വെഡിങ്സും ചങ്ക്സും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഓടിയ പടമാണ്. ഇത്തിരി അഡൽട്ട് കോമഡി ഉണ്ടെങ്കിലും നല്ല രീതിക്ക് ഓടിയ സിനിമകളായിരുന്നു. പിന്നെ വന്ന രണ്ടെണ്ണം ഇത്തിരി ഡൗൺ ആയെങ്കിലും വീണ്ടും ഒമർ ലുലു ട്രാക്കിലേക്ക് തിരിച്ച് കയറിയൊക്കെയാണ്. അപ്പോൾ നമുക്ക് ബാഡ് ബോയ്സിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇതിൽ ഒരുപാട് കാസ്റ്റ് ഉണ്ട് കേട്ടോ പടത്തിൽ. ഇതിൽ മെയിൻ ബാഡ് ബോയ്സ് ആയിട്ട് വന്നോളത് നമ്മുടെ പഴയ റഹ്മാൻ, ബിബിൻ ജോർജ്, ആൻസൺ പോൾ, പിന്നെ നമ്മുടെ ചാലക്കുടിക്കാരൻ ചങ്ങാതിയിലത്തെ സെന്റിൽ, പിന്നെ അതേപോലെ തന്നെ വേറെ ബോയ്സ് ഉണ്ട്. അവരായിട്ട് വന്നോളത് നമ്മുടെ വിനയൻ്റെ തന്നെ ഡ്രാക്കുളയിലത്തെ സുധീർ, ടിനി ടോം, ബാബു ആന്റണി, പിന്നെ നമ്മുടെ ധ്യാൻ ശ്രീനിവാസ് ഉണ്ട്. എല്ലാവരും കൂടി അടിച്ച് പൊളിച്ചിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ മറ്റേ പോലത്തെ ഗ്ലാസ് പടം, മാസ് പടം അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ട് ഒമർ ലുലുവിൻ്റെ പടത്തിന് പോയിട്ട് കാര്യമില്ല. ഇത് സാധാരണ നമുക്ക് ഓണത്തിന് വിശേഷങ്ങൾക്കൊക്കെ പോയി എൻജോയ് ചെയ്ത് ഫാമിലി ആയിട്ട് ചിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അതേപോലെ വലിയ കഥയോ ഒന്നും പ്രതീക്ഷിക്കേണ്ട, നമുക്ക് പോയി ചിരിക്കാം. അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പോൾ വൈറലായിട്ടുള്ള കുറേ പേരുണ്ട്, അവരൊക്കെ വന്നു പോകുന്നുണ്ട്. ഇതിൽ വേറെ ടെൻഷൻ ഒന്നും ഇല്ലാണ്ട് വെറുതെ പോയി കണ്ട് ഒരു സിനിമ കണ്ട് എൻജോയ് ചെയ്ത് വരാനാണ് ബെസ്റ്റ് ചോയ്സ് ആണ്. പടത്തിന്റെ സിനിമാറ്റോഗ്രഫി, മ്യൂസിക്കൊക്കെ അടിപൊളിയായിട്ടാണ്. ലാസ്റ്റ് ഫൈറ്റും ക്ലൈമാക്സിൽ മ്യൂസിക് BGM വരുന്നതൊക്കെ അടിപൊളിയാണ്. പിന്നെ ഇതിൽ കുറേ ഗസ്റ്റ് അപ്പിയറൻസ് ഉണ്ട് കേട്ടോ. ഇൻസ്റ്റയിൽ ഇപ്പോൾ നമ്മുടെ ആറാട്ടെണ്ണം വരുന്നുണ്ട്, പെരേര വരുന്നുണ്ട്, ബാല, കുറേ പേര് വരുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ. പിന്നെ കുറേ പഴയ നടന്മാർ വരുന്നുണ്ട്, ശങ്കർ, അതുപോലത്തെ ആൾക്കാരൊക്കെ. പടം എന്ന് പറഞ്ഞാൽ കോമഡി, പോയി ചിരിച്ച് വരാം, വേറെ ഒന്നും ആലോചിക്കാണ്ട് പോയി കണ്ട് ചിരിച്ച് വരാനാണ് പോവുക. ഫാമിലി ആയിട്ട് പോയി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ്. അപ്പോൾ എല്ലാവരും പടം തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക.